ഉറക്കച്ചേട്ടോ. ആരായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ? ഞാൻ നിങ്ങളുടെ സ്വന്തം അശോക് തത്വമസി. 1856 ഓഗസ്റ്റ് 20 തിരുവിതാംകൂറിലെ, അതായത് ഇന്നത്തെ തിരുവനന്തപുരം ജില്ല, ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിൽ അധ്യാപകനായ മാടനാശാൻ കുട്ടിയമ്മ ദമ്പതികളുടെ മകനായി ഒരു ഇടത്തരം ഈഴവ കുടുംബത്തിൽ ജനിച്ച കുട്ടിക്ക് നാണു എന്ന് നാമധേയം ചെയ്യുന്നു. കുടിപ്പള്ളിക്കൂടത്തിൽ കുട്ടികൾക്ക് അക്ഷരം ഓടിക്കൊടുത്തതിനാൽ നാണുവാശാനായി പരിണമിക്കുന്നു. തുടർന്നുള്ള ജീവിതയാത്രയിൽ ആത്മീയ അന്വേഷണത്തിലേർപ്പെടുന്ന നാണുവാശാൻ ശ്രീനാരായണ ഗുരു എന്ന സന്യാസിയും ആത്മീയ ആചാര്യനും സാമൂഹ്യ പരിഷ്കർത്താവും ആധുനിക കേരളത്തിൻ്റെ നിർമ്മാണത്തിൽ നിർണായകമായ പങ്കുവഹിച്ചവരുടെ ഇടയിൽ മുഖ്യസ്ഥാനം പിടിക്കുന്നു. സംഭവബഹുലമായ ഏതാണ്ട് 7 പതിറ്റാണ്ടോളം നീണ്ട ജീവിത സപര്യയ്ക്ക് 1928 സെപ്റ്റംബർ 20 തിരശ്ശീല വീഴുന്നു. ഇന്നും കേരള നവോത്ഥാന ചരിത്രത്തിൽ പൊൻതാരകമായി ആ മഹായോഗി യുഗപുരുഷനായി നിലകൊള്ളുന്നു ശ്രീ നാരായണ ഗുരുസ്വാമിയായി. 19-ാം നൂറ്റാണ്ടിലെ കേരളം, പ്രാചീന കേരളത്തിൽ നിരവധി അനാചാരങ്ങൾ നിലനിന്നിരുന്നു. പ്രധാനമായും സവർണാധിപത്യം, വർണ്ണവിവേചനം, അയിത്തം, ജാതി വിവേചനം, സ്വാതന്ത്ര്യ നിഷേധം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും ക്ഷേത്ര ആരാധനയിലും, എന്തിനേറെ ഉപ്പ് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കീഴാളന്മാർക്ക് നിഷേധിച്ചിരുന്നു. താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നു. നിയമലംഘനങ്ങൾക്ക് കഠിനമായ ശിക്ഷകൾ ഏർപ്പെടുത്തിയിരുന്നു. മേലാളന്മാർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുവാൻ വിധിക്കപ്പെട്ട നിരായുധരും നിരാലംബരുമായി അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്നെന്ന് ചിലപ്പോൾ വിശ്വസിക്കാൻ ഈ സർവ്വസ്വാതന്ത്ര്യവും അനുഭവിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് സാധിച്ചെന്ന് വരില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ താരോദയം. നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ അസ്വസ്ഥമാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മനസ്സ് കലുഷിതമാകുന്നു. എന്നാൽ തൻ്റെ യുക്തിചിന്തയിലൂടെയും ആത്മീയ അന്വേഷണത്തിലൂടെയും തൈക്കാട്ട് അയ്യാവ് എന്ന ആത്മീയ ഗുരുവിൽ നിന്നാർജിച്ച പഠനവൈഭവവും ചട്ടമ്പിസ്വാമികൾ, മഹാത്മാഗാന്ധി എന്നീ മഹാത്മാക്കളിൽ നിന്നുമൊക്കെ സമന്വയിപ്പിച്ച് സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിനായി കൈക്കൊണ്ട സുദൃഢവും ത്യാഗോജ്വലവുമായ ഉദാത്തവുമായ സംഭാവനകൾ കേരള നവോത്ഥാന ചരിത്രത്തിൻ്റെ നാഴികക്കല്ലുകളാണ്. ക്ഷേത്രവും ആരാധനയും. ക്ഷേത്രദർശനവും ആരാധനയും അവർണർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. തൊട്ടു തീണ്ടായ്മ ലംഘിക്കാതെ കാതങ്ങൾ ദൂരത്തു നിന്ന് മാത്രമായിരുന്നു കീഴാളന് ക്ഷേത്രദർശനം സാധ്യമായിരുന്നത്. ഇങ്ങനെ സവർണ മേധാവിത്വം അരക്കെട്ടുറപ്പിച്ചിരുന്ന സമൂഹത്തിൽ ശ്രീനാരായണ ഗുരു ആദ്യം തുടക്കം കുറിച്ച മാറ്റം ക്ഷേത്ര ആരാധന സ്വാതന്ത്ര്യമായിരുന്നു. പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠയിൽ ആരംഭിച്ച് കേരളത്തിനകത്തും അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഏകദേശം 30-ൽ പരം ക്ഷേത്രപ്രതിഷ്ഠകൾ ദർശനം നിഷേധിക്കപ്പെട്ട ആളുകൾക്കായി നടത്തുകയുണ്ടായി. എന്നാൽ ഒരു ഘട്ടത്തിൽ ക്ഷേത്രങ്ങളല്ല വിദ്യയാണ് ധനമെന്ന തിരിച്ചറിവിൽ നിന്ന് വിദ്യാലയങ്ങളാണ് സമൂഹത്തിന് അനിവാര്യം എന്ന തീരുമാനത്തിൽ വിദ്യാലയങ്ങളുടെ സ്ഥാപന നടത്തുകയുണ്ടായി എന്ന് ചരിത്ര ഗവേഷകന്മാർ രേഖപ്പെടുത്തുന്നു. ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം സർവജാതി മതസ്ഥരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ മാർഗദർശനത്തിൽ പത്മനാഭൻ പൽപ്പു എന്ന ഡോക്ടർ പൽപ്പു കുമാരനാശാൻ എന്നിവരുടെ ആശയത്തിൽ 1903 രൂപം കൊണ്ട ഈ പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും അതിനുതകുന്ന അനവധി കർമ്മ പ്രവർത്തികൾ പ്രായോഗികമാക്കാൻ ഗുരുദേവൻ ആഹ്വാനം ചെയ്തു. പ്രധാനമായും വിവാഹ ബലികർമ്മങ്ങൾ, മറ്റ് ആഘോഷ പരിപാടികൾ ലളിതവും ചിലവ് കുറഞ്ഞതുമാക്കി മിച്ചം വരുന്ന തുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരാലംബരായ കുടുംബങ്ങളുടെ സഹായത്തിനായി ഉപയോഗിക്കുക എന്നതും
സമൂഹത്തിൻ്റെ ശാപമായി നിലകൊണ്ടിരുന്ന മദ്യം എന്ന വിപത്തിനെതിരെ സമ്പൂർണ്ണ മദ്യവർജനം തുടങ്ങി ഒട്ടനവധി സാമൂഹ്യ സേവനങ്ങൾ ഗുരുസ്വാമിയുടെ സംഭാവനകളായി ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തുന്നു. നവോത്ഥാനം അക്ഷരങ്ങളിലൂടെ. കേരള നവോത്ഥാനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ സാഹിത്യ തത്വചിന്താ രചനകൾ മർമ്മപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ നൈപുണ്യമുണ്ടായിരുന്ന ഗുരു ഒരു ഫലിതപ്രിയനും നല്ല നർമ്മ ആസ്വാദകനുമായിരുന്നു എന്നും ഗവേഷകന്മാരുടെ രചനകളിൽ രേഖപ്പെടുത്തുന്നു. അക്ഷരം ആയുധമാക്കിയ സമൂഹത്തിൽ പല ചലനങ്ങൾ സൃഷ്ടിച്ച ചുരുക്കം ചില നവോത്ഥാന നായകന്മാരിൽ ശ്രീനാരായണ ഗുരു എന്ന നവോത്ഥാന നായകൻ ഇടം പിടിക്കുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരേന വാഴുന്ന മാതൃസ്ഥാനമാണിത് എന്നീ മഹത് വചനങ്ങളും ചിന്തകളും ശ്രീനാരായണ ഗുരുദേവൻ്റെ ദീർഘവീക്ഷണത്തിനും തത്വചിന്താ രചനകൾക്കുമുള്ള ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. ഗുരുദേവനോട് അടുത്തു നിൽക്കുന്ന വിഖ്യാതമായ ദൈവദശകം സർവവ്യാപിയായി എക്കാലവും സമൂഹത്തിൽ അലയടിക്കുന്നു. സമർപ്പണം. സമൂഹത്തിലെ പുഴുക്കുത്തുകളെ ഉന്മൂലനം ചെയ്ത് കലുഷിതമായ അന്തരീക്ഷത്തിന് പുത്തൻ വെളിച്ചമേകി ഇന്ന് നാം അനുഭവിക്കുന്ന ആധുനിക ലോകത്തിലെ സർവ്വസ്വാതന്ത്ര്യങ്ങൾക്ക് പിന്നിലെ അശാന്ത പരിശ്രമങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മവിശ്വാസവും സർവോപരി ആത്മസമർപ്പണവും ആണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഭൂമിയിൽ പ്രത്യക്ഷനായ യുഗപുരുഷൻ തന്നെയായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ.